16ാമത് നടന്ന സാങ്കേതിക സ്വീകരണത്തിന്റെ ഭാഗമായിട്ട് അന്നദാനത്തിന്റെ ഉദ്ഘാടനം റാണി NSS യൂണിയൻ പ്രസിഡന്റ് ഇപ്പോൾ നിർവഹിക്കുന്നതാണ്. അതേപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അയ്യപ്പന്റെ നാമധേയത്തിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അന്നദാന ഉദ്ഘാടനത്തിനായിട്ട് രാധാകൃഷ്ണന്റെ വ്യക്തിഗതപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ജീവിതത്തില് നമ്മള് മതി എന്ന് പറയുന്ന ഒരു കാര്യം ഭക്ഷണമാണ്. ഭക്ഷണം തൃപ്തികരമായി ലഭിച്ചാൽ അപ്പോൾ മാത്രമേ നമ്മള് മതി അല്ലെങ്കിൽ തുടങ്ങി എന്ന് പറയാറുള്ളൂ. അപ്പോ അന്നദാനം എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദാനം. അത് ദൈവ നാമധേയത്തിലാകുമ്പോൾ അത് കൂടുതൽ ശ്രേഷ്ഠമാണ്. ഈ പ്രസ്ഥാനത്തെ തന്നെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇത് ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. ഏറ്റവും മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങളാണ് ഹിന്ദു ധർമ്മപക്ഷത്ത് നിരവധി വർഷങ്ങളായി ഇവിടെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അന്യ ദേശങ്ങളിൽ നിന്ന് അയ്യപ്പ ഭക്തന്മാർ അവരെയെല്ലാം അതിഥികളായി കണ്ടുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും ഉയർന്ന മനസ്സ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ഹിന്ദു ധർമ്മപക്ഷത്തിന്റെ ഈ അന്നദാന ചടങ്ങിന് എല്ലാ ആശംസകളും ഈ സമൂഹത്തിൽ നേരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. ഇവിടെ യൂണിയൻ പ്രസിഡന്റും MLA ഒക്കെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് ആഹാരം നൽകി, അവർക്ക് ദാഹജലം നൽകി, അവർക്ക് ക്ഷീണിച്ചു വരുന്നവർക്ക് ഇപ്പം വിശ്രമിക്കാനൊരു അഭയം നൽകി, അവരോടൊപ്പം നമ്മുടെ മുണ്ട് എന്ന് അവരെ അറിയിക്കും. അത്തരത്തിലുള്ള വലിയ പദ്ധതി തന്നെയാണ് ഹിന്ദുധർമ്മ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ വർഷത്തോളം ചെയ്തു വരുന്നത്. എല്ലാവരുടെയും സഹകരണങ്ങൾ ചെറുതും വലുതുമായ സഹായം ഉണ്ടായാൽ ഇത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടില്ലാതെ നടത്തിക്കൊണ്ടുപോകുവാൻ ഇത് ഭാരവാഹികൾക്ക് കഴിയും. അതിനെ എല്ലാവരും സഹകരിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹനീയ ധന്യമായ ഈ മുഹൂർത്തത്തിൽ പങ്കെടുക്കുന്നതിന് അവസരം നൽകിയ സംഘാടകരോട് എൻ്റെ എല്ലാവിധമായ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സംബന്ധമായ പുറത്ത് വേദിയിൽ സമീപത്ത് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, അന്നദാനം ഈ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ ദാനമാണ് എന്നുള്ളത് യാഥാർത്ഥ്യം. എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് തുടർന്ന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രവർത്തകരെ അന്നദാനം ഒരു വലിയ ജീവകാരുണ്യ പ്രസ്ഥാനമാണ്, പരിപാടി. യാത്ര ചെയ്ത തീർത്ഥാടകർക്ക് അന്നദാനം നൽകുക എന്നുള്ള ഒരു കടമ പ്രത്യേകിച്ച് ഹിന്ദുധർമ്മ പരിഷത്ത് ഭാരവാഹികൾ ഏറ്റെടുത്തിരിക്കുന്നത് വളരെ അഭിമാനകരമാണ്. വർഷങ്ങളായി നടന്നു വരുന്ന ഈ ജീവകാരുണ്യ പരിപാടികൾ വരും കാലങ്ങളിലും വളരെ നല്ല രീതിയിൽ നടത്തുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും വലിയൊരു സന്ദേശമാണ് തീർച്ചയായും തിരുവിതാംകൂർ സംശയമുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി ശ്രദ്ധേയമായി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ വിജയാശംസകളും എല്ലാവിധ
ദൈവികമായ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയിൽ നടത്തുന്ന ഇതുവരെ ചെയ്തു വന്നിട്ടുള്ള ഇത്രയും പ്രധാനപ്പെട്ട ഒരു സേവനം ഇത് മേലിൽ തുടരുവാൻ സർവേശ്വരനായ ശ്രീ ധർമ്മ ശാസ്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തയിൽ ചെറുതും നന്ദി നമസ്കാരം. എല്ലാവർക്കും ഒറ്റവാക്കിൽ തിരുവിതാംകൂർ ഹിന്ദുധർമ്മ പരിഷത്തിന്റെ പേരിലുള്ള അകേതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആൾക്കാരും അന്നദാനത്തിൽ പങ്കെടുക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. മുന്നേ കയറിയില്ലേ? മുന്നേ നമ്മുടെ പുറകിൽ ആളുണ്ട്. അമ്പലപ്പുഴ നടയടച്ച് കണ്ണനിറങ്ങി സ്വാമി അമ്പലപ്പുഴ പെട്ട കാണാൻ നീകളൊരുങ്ങി. അംബാസുതരേ അയ്യപ്പ, അംബുജനേത്ര അയ്യപ്പ, അശ്വാരൂഢ അയ്യപ്പ, അസുരാന്തകനെ അയ്യപ്പ.